അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രൊഫൈസ് 40 അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ കണ്ണൂരിലെ നായനാർ അക്കാദമി ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പ്രശസ്തരായ ചില വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് പ്രൊഫൈസ് വേവ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഫൈസ് വേവ്സിൽ ഈ ഒരു അവസരത്തിൽ നമ്മോട് കൂടെ ചേരുന്നത് ഡോക്ടർ ഷാനവാസാണ്. സ്വാഗതം വേവ്സിലേക്ക്. അദ്ദേഹം മലബാർ മെഡിക്കൽ കോളേജ് കാലിക്കറ്റിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഡോക്ടറുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ജന്മദേശം എവിടെയാണ്, കുടുംബം, അക്കാദമി കാര്യങ്ങൾ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആദ്യം തന്നെ പറയണ്ടായി, ഷാനവാസ് എന്നാണ് എൻ്റെ പേര്. പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് എൻ്റെ പഠനങ്ങൾ പൂർത്തിയാക്കിയത്. ഞാൻ 2007 ബാച്ചാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിലാണ്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ സമയത്താണ് ഞാൻ പിന്നെ US-ലേക്ക് എനിക്ക് പോകാനുള്ളൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഒരു US-ലൊരു കമ്പനി ഫിസിഷ്യനായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ 2 വർഷത്തിലധികം ഞാൻ US-ൽ വർക്ക് ചെയ്തിരുന്നു. US-ലെ മയാമി, ഫ്ലോറിഡയിലുള്ള മയാമി എന്നുള്ള സ്ഥലത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ കുറച്ച് കാലം ഞാൻ വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഒരു ലോങ് ലീവ് എടുത്ത് വന്നിട്ട് നാട്ടിൽ ഞാൻ വീണ്ടും കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുടുംബം എൻ്റെ ഭാര്യ പീഡിയോഡോൺട്രിസ്റ്റാണ്, അതായത് കുട്ടികളുടെ പല്ലിൻ്റെ ഡോക്ടറാണ്. 3 കുട്ടികളുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ അമേരിക്കയിൽ വർക്ക് ചെയ്ത ഒരാളെന്ന നിലക്ക് സത്യത്തിൽ എന്താണ് അമേരിക്കയിലെ ഒരു പ്രൊഫഷണൽ ലൈഫും നമ്മുടെ നാട്ടിലെ ഒരു പ്രൊഫഷണൽ ലൈഫും, 2 ഭാഗത്തും വർക്ക് ചെയ്ത ഒരാളെന്ന നിലക്ക് എന്തൊരു കമ്പാരിസൺ എന്നെങ്ങനെ പറയാം? അവിടുത്തെ ഒരു മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ വെച്ച് നോക്കുമ്പോൾ വളരെ കൺവീനിയൻ്റ് ആണ്, പ്രത്യേകിച്ച് US-ൽ വർക്ക് ചെയ്യാൻ. ഒറ്റ കാര്യം, വി ഹാവ് ടു ബി എ ലിറ്റിൽ കെയർഫുൾ. നമ്മളൊന്ന് സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ രീതി, പേഷ്യൻറ്റിനോട് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, അതൊക്കെ വളരെ ക്വിക്കായിരിക്കും. പലപ്പോഴും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഡോക്ടർമാർ വളരെ ക്വിക്കായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ റഫായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തെന്നില്ല കാര്യങ്ങൾ എന്നുള്ള കംപ്ലൈൻ്റൊക്കെ നമ്മളവിടെ പലപ്പോഴും രോഗികൾ പറയുന്ന ഒരു സംഗതികളാണ്. പക്ഷെ അവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു രോഗിയോട് ഒരു കാര്യം വിവരിച്ചു കൊടുക്കുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻ ആൻഡ് ഔട്ട് നമ്മൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ പേഷ്യൻ്റ് അതിനുള്ള കൺസെൻറ്റ് നമുക്ക് തരുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളവിടെ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ സാധാരണ ഒരുവിധം നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർ എല്ലാ മാതിരി കുഴപ്പമുണ്ടാവും, മരിക്കാനുള്ള സാധ്യത ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ. പക്ഷെ അവിടെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് പ്രത്യേക ഇരിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ കൊടുത്ത് സമയമെടുത്ത് അവർക്കതിൻ്റെ കാര്യങ്ങളും ഓരോന്നും വിശദീകരിച്ച് വളരെ റെസ്പെക്റ്റോട് കൂടി, മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയായിരിക്കും രോഗി ഡോക്ടർ റിലേഷൻ തന്നെ ഉണ്ടാവുക. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എല്ലാം വളരെയധികം അതിൻ്റെ പ്രോട്ടോകോൾസും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒരു ഗൈഡ് ലൈൻസിലും യാതൊരു തെറ്റും പറ്റാതെ എന്ന് ഉറപ്പുവരുത്തി നമ്മൾ വളരെ സൂക്ഷിച്ചായിരിക്കും നമ്മൾ അവിടെ വർക്ക് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പേഷ്യൻ്റുള്ള കമ്മ്യൂണിക്കേഷൻസും വളരെ നല്ലതായിരിക്കും. പേഷ്യൻ്റ് നമ്മൾ തിരിച്ചുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവെക്കുന്നൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അയാളുടെ കാലിൽ നീരുണ്ടോ, എഡിമ ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനോട് പറഞ്ഞു, താങ്കളെ സോക്സ് ഷൂ ഒന്ന് അയക്കണം, എനിക്ക് കാലിലെ നീരൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വളരെ പ്രായമുള്ള ഒരു രോഗിയാണ്, ഒരു 50 വയസ്സോളം പ്രായമുള്ള രോഗിയാണ്. അപ്പോൾ ആ രോഗിനോട് ഞാൻ പറഞ്ഞപ്പോൾ ആ രോഗി ഓൾറെഡി ഷൂസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ആ രോഗി പിന്നെ സോക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് അത് ഊരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു, 5 മിനിറ്റോളം എടുത്തു അത് ഊരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഊരുന്ന സമയത്ത് ആ രോഗി എന്നോട് പറയാം, ഐ ആം വെരി സോറി ഫോർ ദിസ്, ഐ വാസ് സപ്പോസ് ടു റിമൂവ് ദിസ് ബിഫോർ കമ്മിങ് ടു യു. ആ ഒരു രീതിയിലാണ് രോഗി. അതേ സമയത്ത് നമ്മൾ ഒരു വയസ്സായിട്ടുള്ള ആളോട് അത് പറയണമെങ്കിൽ ഇനിയിപ്പോൾ ഇതൊക്കെ ഊരണോ എന്നുള്ള ചോദ്യമായിരിക്കും നമുക്ക് തിരിച്ചിങ്ങോട്ട് അവർ ചോദിക്കുക. അപ്പോൾ ഇതുപോലെ പേഷ്യൻ്റ് ഒരു ഡോക്ടർ റിലേഷൻ ആയാലും
ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ ആയാലും വളരെ കംഫർട്ടാണ്. നമ്മൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ അവർക്കിപ്പോൾ എന്ത് പറയുകയാണെങ്കിലും ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം നമുക്ക് വളരെ റെസ്പെക്റ്റ് ഫീൽ ചെയ്യും. പലപ്പോഴും അവിടെ അമേരിക്ക വർക്ക് ചെയ്യുന്ന സമയത്ത് പത്രത്തിലൊക്കെ ഡോക്ടർ രോഗിനെ തല്ലി, ഇങ്ങനത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഇങ്ങോട്ട് വന്നാൽ നന്നായി എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണലി വളരെ സേഫാണ്. അതുമാത്രമല്ല നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു മിസ്റ്റേക്കും വരുത്താൻ പറ്റില്ല. മിസ്റ്റേക്ക് നമ്മൾ വരുത്തില്ല. നമ്മളൊരു മരുന്ന് എഴുതുകയാണെങ്കിൽ പോലും ആ രോഗി കഴിക്കുന്ന എല്ലാ മരുന്നും നമ്മൾ ചെക്ക് ചെയ്ത് ആ മരുന്നും ഈ മരുന്നും തമ്മിൽ വല്ല ഇൻട്രാക്ഷൻസ് ഉണ്ടോ ഒക്കെ നോക്കി വളരെ കെയർഫുള്ളായിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു രോഗി പനിയായിട്ട് വന്നാൽ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ രോഗിനെ കണ്ട് പറഞ്ഞേക്കും. പക്ഷേ അവിടെ ഒരു രോഗിനെ നോക്കാൻ നമുക്ക് മിനിമം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് സമയം വേണ്ടി വരും. നമ്മളിവിടെ ഒരു ബിസിയായ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 രോഗികളൊക്കെ നോക്കുന്ന ആളായിരിക്കും. അവിടെ ഒരു ബിസിയായ ഡോക്ടർ എന്ന് പറഞ്ഞാൽ 10-20 രോഗികളുള്ള ആളായിരിക്കും ഏറ്റവും ബിസി ആയിട്ടുള്ള ഡോക്ടർ. അപ്പോൾ അത്ര രോഗികളെ നോക്കാൻ സമയമേ ഡോക്ടർ കിട്ടുള്ളൂ. കാരണം ആ രോഗിയെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര ചെറിയ പ്രശ്നമായിട്ടും അത് നെഗ്ലക്റ്റ് ചെയ്യാതെ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നൊരു രീതി പ്രൊഫഷണലി വളരെ സേഫാണ് നമ്മൾ US വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിസ്ക് ഉണ്ട് എന്ന് തോന്നുന്നു. അതെ, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് യു ഹാവ് നോളജ് ദർ ഇസ് നോ റിസ്ക്. നമുക്ക് നോളജ് ഇല്ലെങ്കിൽ ദർ ഇസ് എ റിസ്ക്. ഓക്കെ, വളരെ ഉപകാരപ്രദമായ ഒരു അറിവായിരിക്കും പ്രേക്ഷകർക്ക് ഉണ്ടാവുക. കൂടെ തന്നെ ചോദിക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വെസ്റ്റേൺ കൺട്രീസിലുള്ള ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ ചിലപ്പോൾ ചില വിവേചനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? അത് ഡോക്ടറുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് ശരിക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വിദേശത്തുള്ള ഒരാൾ മീഡിയ വഴി അറിയുന്നത് വളരെ ഡിഫറെൻ്റാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ടും. പക്ഷേ നമുക്ക് ഇവിടെ ജീവിക്കുന്നവർ എന്നുള്ളത് നമുക്കറിയാം എത്രത്തോളം സ്വന്തമായിട്ട് നമുക്ക് നമ്മളെ വിശ്വാസവും നമ്മളെ പ്രബോധനങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളൂ. അപ്പോൾ അതേ അവസ്ഥയാണ്. അപ്പോൾ ഏത് രാജ്യത്ത് വന്നു കഴിഞ്ഞാലും ആ നാട്ടിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ, അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, അവർ പ്രത്യേകിച്ച് ഒരു അമേരിക്കയിലെ ആൾ ബാക്കി ആൾ എന്ത് ചെയ്യുന്നു എന്നോ അയാൾ എന്ത് വിശ്വസിക്കുന്നതിനെ കുറിച്ച് അവർ ബോധയുടെയല്ല. അവർ നോക്കുകയല്ല നിങ്ങളൊരു മുസ്ലിമാണോന്നോ, നിങ്ങൾ താടി വെച്ചിട്ടുണ്ടോന്നോ. പക്ഷെ അങ്ങനെ നോക്കുന്ന വളരെ ചുരുക്കം ആളുകളുണ്ടാവും. അതായിരിക്കും നമ്മൾ ഈ മീഡിയകളിലൂടെ കാണുന്നത് ആക്ച്വലി. അതുപോലെ പൊളിറ്റീഷ്യൻസിന് അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസി ഉണ്ടാവും, ഇപ്പം നമ്മുടെ നാട്ടിലുള്ളതുപോലെ. അപ്പോൾ അത് അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പൊതുവെ ഒരു 90% ജനങ്ങൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നോ, ബാക്കിയുള്ളവർ എന്ത് കഴിക്കുന്നോ, ബാക്കിയുള്ളവർ ഏതിൽ വിശ്വസിക്കുന്നോ എന്നുള്ളതിൽ യാതൊരു ഇതിലും ശ്രദ്ധിക്കാത്ത ആൾക്കാർ. അതും മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അവർ എത്തിസ്റ്റുകളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആളുകളുടെ പേര് ക്രിസ്ത്യൻ നെയിമുകളാണെങ്കിൽ പോലും അവർ ഒരുവിധം ആളുകളൊക്കെ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ആളുകളായിരിക്കും. അതും അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കിപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള ആൾ നെയ്ബർ ആവുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഹാപ്പിയാണ്. അവരൊരിക്കലും അയാളൊരു മുസ്ലിമാണ്, ഒരിക്കലും നമുക്കൊരു മുസ്ലിം ആയതുകൊണ്ട് ഒരു ജീവിക്കാനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായും പിന്നെ വളരെ ഉപകാരം ഡോക്ടർ ഇത്തരത്തിലുള്ളൊരു അറിവ് നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. തീർച്ചയായും ഉന്നതങ്ങളിലേക്ക് ഇനിയും ഏറെ ഉന്നതങ്ങളിലേക്ക് ഡോക്ടർ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രൊഫൈസ് വേവ്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.